എല്ലാവർക്കും നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്നത് ഓസ്ട്രേലിയയിൽ നടക്കുന്ന ഒരു സ്കാമിനെ പറ്റിയാട്ടോ. ഇത് ഓസ്ട്രേലിയയിൽ മാത്രമല്ല എല്ലാ രാജ്യങ്ങളിലും തന്നെ ഈ സ്കാമുകൾ നടക്കുന്നുണ്ട്. പക്ഷേ നമ്മളിപ്പോൾ ഓസ്ട്രേലിയയിലായതുകൊണ്ട് ഓസ്ട്രേലിയയുടെ കോണ്ടെക്സ്റ്റിൽ സംസാരിക്കുന്നുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ പുതുതായിട്ട് ആളുകൾ ഓസ്ട്രേലിയയിലേക്ക് വരുമ്പം ഇപ്പം ഒരുപാട് പേര് യൂസ് ചെയ്യുന്ന ഒരു സംഭവമാണ് അക്കോമഡേഷൻ കണ്ടുപിടിക്കാൻ ഫേസ്ബുക്ക് മാർക്കറ്റ് പ്ലേസിലൂടെ ലിസ്റ്റിങ്ങുകൾ കണ്ടുപിടിച്ചിട്ട് അതിനകത്ത് ആളുകളെ കോൺടാക്ട് ചെയ്ത് നമുക്ക് അക്കോമഡേഷൻ എടുക്കാൻ പറ്റും. അപ്പം ഇതൊരു വളരെ യൂസ്ഫുള്ളായ കാര്യമാണ്. കാരണം വെച്ചാൽ സിംഗിൾസായി വരുന്ന ആളുകൾക്ക് അല്ലെങ്കിൽ സ്റ്റുഡൻ്റായി വരുന്ന ആളുകൾക്ക് ഇങ്ങനെ ഷെയർഡ് റൂമുകൾ അല്ലെങ്കിൽ ഷെയർഡ് അക്കോമഡേഷൻസ് അല്ലെങ്കിൽ ഷെയർഡ് റൂം വിത്ത് ബാത്റൂം അങ്ങനെയുള്ള പ്രൈവറ്റ് റെൻ്റൽസ് നോക്കുന്ന ആൾക്ക് ശരിക്കും പറഞ്ഞാൽ നല്ലൊരു യൂസ്ഫുള്ളായ ഒരു സംഭവമാണ്, ഫീച്ചറാണ് ഈ ഫേസ്ബുക്ക് മാർക്കറ്റ് പ്ലേസ്. അപ്പോൾ അതിനകത്തൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് ഒരുപാട് സ്കാമേഴ്സ് ഉണ്ട്. അപ്പം ഇവർ എന്ത് ചെയ്യുന്നു പറഞ്ഞു കഴിഞ്ഞാൽ അക്കോമഡേഷൻ ഉണ്ട് എന്ന് പറഞ്ഞ് ലിസ്റ്റ് ചെയ്തിട്ട് ശരിക്കും ഒന്നും ഉണ്ടാവില്ല, അങ്ങനെ ഒരു റൂമോ സംഭവം ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ സെർച്ച് ചെയ്യുമ്പോൾ നമ്മളിങ്ങനെ റിസൾട്ട് കണ്ടു, അപ്പോൾ നമ്മൾ ഈ ഫോട്ടോസ് കണ്ടിട്ട് നമ്മൾ ഇവരെ കോൺടാക്ട് ചെയ്യുന്നു. അവർ പറയുന്നു ഓക്കെ അക്കോമഡേഷൻ തരാൻ റെഡിയാണ്. അപ്പോൾ ഇവരെന്ത് ചെയ്യുന്നു പറഞ്ഞു കഴിഞ്ഞാൽ അഡ്വാൻസ് ആയിട്ട് മേ ബി ഒരു 2 വീക്കത്തെ റെൻറ്റോ അല്ലെങ്കിൽ 1 വീക്ക് റെൻറ്റോ അല്ലെങ്കിൽ 2 വീക്സ് റെൻറ്റോ മറ്റോ ഇവരുടെ ബാങ്ക് അക്കൗണ്ടിലേക്കോ ഇവർ നോമിനേറ്റ് ചെയ്യുന്ന സ്ഥലത്തോട്ട് ഇത് ചെയ്യാൻ പറയും, ഡിപ്പോസിറ്റ് ചെയ്യാൻ പറയും. ഡിപ്പോസിറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ പിന്നെ ഇവർ നിങ്ങളെ ബ്ലോക്ക് ചെയ്യും. മാത്രമല്ല ഇവരുടെ ഒരു അഡ്രസ്സും ഉണ്ടാവില്ല, ഇവർ ലിസ്റ്റിങ്ങും ഡിലീറ്റ് ചെയ്യും. ആ സമയത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ പൈസ പോവുകയും നിങ്ങൾക്ക് ഇവരെ ഫോളോ ചെയ്യാനോ അല്ലെങ്കിൽ കണ്ടെത്താനോ പറ്റുകയില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള സ്കാംസ് അല്ലെങ്കിൽ ഫേസ്ബുക്ക് മാർക്കറ്റ് പ്ലേസിൽ കൂടെ നിങ്ങൾ അക്കോമഡേഷൻ നോക്കുന്നുണ്ടെങ്കിൽ വളരെയേറെ ശ്രദ്ധിക്കുക. സ്കാമേഴ്സിൻ്റെ അടുത്തല്ല നിങ്ങൾ നോക്കുന്നതെന്ന് നിങ്ങൾ എന്തായാലും ഉറപ്പ് വരുത്തേണ്ടതാണ്. കാരണം ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഒരു 10% 20% ഇങ്ങനത്തെ ലിസ്റ്റിങ്സ് മിക്കതും സ്കാംസ് ആണ്. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾ പൈസ ട്രാൻസ്ഫർ ചെയ്യുന്നതിന് മുന്നേ തന്നെ നിങ്ങൾ എന്തായാലും ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ വെരിഫൈ ചെയ്യുക. അപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നിങ്ങൾക്ക് ഒരു അക്കോമഡേഷൻ കണ്ടു അല്ലെങ്കിൽ ഒരു കണ്ടുപിടിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആരെങ്കിലും ആ ഒരു ലൊക്കേഷന് അടുത്തുണ്ടെങ്കിൽ നിങ്ങൾ ആളുകളെ കൊണ്ട് ഫിസിക്കലി ഈ ലൊക്കേഷൻ പോയി ഒന്ന് ഇൻസ്പെക്ട് ചെയ്യുക. അല്ലാതെ ഒരിക്കലും പൈസ കൊടുക്കരുത് കേട്ടോ. നമുക്ക് ഒന്നും വിശ്വസിക്കാൻ പറ്റില്ല. കാരണം ഇവരുടെ ഒരു പൊടി പോലോ ഇവരെ ട്രാക്ക് ചെയ്യാനോ ഒന്നും സാധിച്ചെന്ന് വരില്ല. സോ അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു അക്കോമഡേഷൻ എടുക്കണമെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ആരെങ്കിലും ഒരാളെ, നിങ്ങളുടെ ഫ്രണ്ട്സോ റിലേറ്റീവ്സോ ആരെങ്കിലും ചുറ്റുപാട് ആ റീജിയനിൽ താമസിക്കുന്നുണ്ടെങ്കിൽ അവരോട് പോയി ഇൻസ്പെക്ട് ചെയ്യാൻ പറയുക. അല്ലാതെ നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ലൈക്ക് ക്യാഷ് ട്രാൻസ്ഫർ ചെയ്യാൻ പാടില്ല. ഓക്കെ. അപ്പോൾ ഇതിനകത്ത് വേറൊരു കാര്യം, ചിലർ പറയും എനിക്ക് ആരുമില്ല ആ ഒരു ലൊക്കേഷനിൽ. ഇപ്പോൾ എവിടെയെങ്കിലും ഒരു ലൊക്കേഷനിൽ നിങ്ങൾ വരുന്നുണ്ടെങ്കിൽ അവിടെ ആരുമില്ല, പരിചയക്കാരില്ല, അങ്ങനെയുണ്ടെങ്കിൽ മാക്സിമം ശ്രമിക്കേണ്ടത് ഒരു 1-2 ആഴ്ചത്തേക്ക് ഒരു Airbnb ബുക്ക് ചെയ്യാൻ നോക്കുക. Airbnb എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജെന്യൂൻ അക്കോമഡേഷൻ ആയിരിക്കും. Airbnb കൂടെ ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് സ്കാംസിനുള്ള സാധ്യത കുറവാണ്. ഒരു 2 ആഴ്ച നിങ്ങൾ ഏതെങ്കിലും ലൊക്കേഷനിലേക്ക് വന്നു കഴിഞ്ഞിട്ട് അവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ഈ ഫേസ്ബുക്ക് മാർക്കറ്റ് പ്ലേസ് തന്നെ യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് അക്കോമഡേഷൻ വളരെ എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ പറ്റും. Airbnb മേ ബി ഇപ്പോൾ റൂംസിൽ എടുക്കുന്നതിനേക്കാളും കുറച്ചും കൂടെയൊക്കെ ഒരു എക്സ്പെൻസീവ് ആയിരിക്കും. പക്ഷേ എങ്കിലും നിങ്ങൾക്ക് സ്കാമിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റുന്ന ഒരു സംഭവമാണ് ഈ എന്താ പറയുക Airbnb എടുത്തിട്ട് ആദ്യം ഒരു 2 വീക്സ് എങ്കിലും നമ്മൾ ആ ലൊക്കേഷനിൽ വന്നിട്ട് അവിടെ നിന്നുകൊണ്ട് നമ്മൾ അക്കോമഡേഷൻ നോക്കുകയാണെങ്കിൽ കുറേ കൂടെ എളുപ്പമായിരിക്കും. കാരണം നിങ്ങൾ ഈ ഇങ്ങനെയുള്ള സ്ഥലത്തേക്ക് വരുമ്പം നിങ്ങൾക്ക് കുറച്ചും കൂടെ പരിചയക്കാരെ കിട്ടുകയും അപ്പോൾ അവർ വഴിയൊക്കെ ചിലപ്പോൾ അക്കോമഡേഷൻ കുറച്ച് ചീപ്പായിട്ടും ഒക്കെ കിട്ടാൻ സാധ്യതയുണ്ട്. സോ അതുകൊണ്ടാണ് ഈ ഫേസ്ബുക്ക് മാർക്കറ്റ് പ്ലേസിൽ നിങ്ങൾ അക്കോമഡേഷൻസ് നോക്കുമ്പം വളരെ ശ്രദ്ധിക്കണം. ആർക്കാണ് നിങ്ങൾ ക്യാഷ് ട്രാൻസ്ഫർ ചെയ്യുന്നത് അല്ലെങ്കിൽ ബാങ്ക് ട്രാൻസ്ഫർ ചെയ്യുന്നത് അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ നിങ്ങൾ പൈസ കൊടുക്കുന്നതെന്ന് നിങ്ങൾ എന്തായാലും ശ്രദ്ധിക്കുക. അപ്പോൾ ഈ ഫേസ്ബുക്ക് മാർക്കറ്റ് പ്ലേസിനെ പറ്റി അറിയാത്ത ആളുകൾക്കായിട്ട് പറയുകയാണ്. ഈ ഫേസ്ബുക്ക് മാർക്കറ്റ് പ്ലേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഫേസ്ബുക്കിൽ നമ്മൾ മാർക്കറ്റ് പ്ലേസ് എന്ന് പറഞ്ഞൊരു സംഭവം സെർച്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിനകത്ത് കൊടുത്തിട്ട് നമുക്ക് സാധനങ്ങൾ വേണ്ട ലൊക്കേഷൻസ്, ഇപ്പം നമ്മൾ എറണാകുളം ആണെങ്കിൽ എറണാകുളം ഇടാം. എന്നിട്ട് നമ്മൾ എത്ര സർക്കംഫറൻസിനുള്ളിലാണ് നമ്മൾ ഈ ഒരു നമുക്ക് വേണ്ട സാധനങ്ങളോ മറ്റോ നോക്കുന്നതെന്ന് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ഇപ്പോൾ മെൽബണിൽ വരുവാണെങ്കിൽ, ഇപ്പോൾ മെൽബണിൽ ഏതെങ്കിലും ഒരു സബർബിൽ വരുവാണെങ്കിൽ ആ സബർബ് പോയിന്റ് ചെയ്തിട്ട് ആ ഒരു സബർബിന് ഒരു 5 കിലോമീറ്റർ ചുറ്റളവോ 10 കിലോമീറ്റർ ചുറ്റളവിനോ ഉള്ളിലുള്ള അക്കോമഡേഷൻസ് നിങ്ങൾക്ക് സെർച്ച് ചെയ്യാൻ പറ്റും. അങ്ങനെ സെർച്ച് ചെയ്തിട്ട് നിങ്ങൾക്ക് ആ ലിസ്റ്റിംഗ് കൊടുത്തിരിക്കുന്ന ആളെ കോൺടാക്ട് ചെയ്ത് നിങ്ങൾക്ക് അക്കോമഡേഷൻ എടുക്കാൻ പറ്റും. അതിലൊന്നും ഒരു കുഴപ്പമില്ല. പക്ഷേ കുറേ എണ്ണം ജെന്യൂനാണ്. അറ്റ് ദ സെയിം ടൈം ഒരു 10-20% ഇതിനകത്ത് നല്ലതുപോലെ സ്കാം ഉണ്ട്. അപ്പോൾ ഇങ്ങനെ പറ്റിക്കപ്പെട്ട ആളുകളെ അറിയാം. അതുകൊണ്ടാണ് ഞാനിത് പറയുന്നത്. നിങ്ങൾ ഫേസ്ബുക്ക് മാർക്കറ്റ് പ്ലേസിൽ അക്കോമഡേഷൻ നോക്കുന്നുണ്ടെങ്കിൽ പൈസ കൊടുക്കുന്നതിന് മുന്നേ ശരിക്കും വാലിഡേറ്റ് ചെയ്യുക അത് ശരിക്കുമുള്ള ലിസ്റ്റിംഗ് തന്നെ ആണെന്ന്. ഓക്കെ. അപ്പം പിന്നെ വേറൊരു കാര്യം ചോദിക്കുന്നുണ്ട്. ചിലർ അക്കോമഡേഷൻ ഫാമിലി ആയിട്ട് വരുന്ന ഒരു അക്കോമഡേഷൻ്റെ കാര്യം ചോദിക്കുമ്പം അവർ ശരിക്കും പറഞ്ഞാൽ ഇവിടെ പ്രൈവറ്റ്ലി റെൻ്റൽസ് കൊടുക്കുന്നത് വളരെ കുറവാണ്.
മോസ്റ്റ് ഓഫ് ദ ആപ്ലിക്കേഷൻസ് അല്ലെങ്കിൽ ഇപ്പോൾ റെൻ്റൽ ലിസ്റ്റ് ചെയ്യുന്നത് റിയൽ എസ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ഡൊമൈൻ എന്ന് പറഞ്ഞ വെബ്സൈറ്റിൽ കൂടെ അവിടെ ആ ഒരു ലിസ്റ്റിങ്ങിൻ്റെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രോപ്പർട്ടി ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അതിൻ്റെ പ്രോപ്പർട്ടി മാനേജറെ ഡയറക്റ്റ് കോൺടാക്റ്റ് ചെയ്തിട്ട് നിങ്ങൾ അക്കോമഡേഷൻ സോർട്ട് ചെയ്യുകയാണ് ഏറ്റവും ബെസ്റ്റ്. ഇപ്പോൾ ഫാമിലീസ് ആണെങ്കിൽ നിങ്ങൾക്ക് വലിയ വീട് വേണം എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇപ്പോൾ എയർബിഎൻബി ഇനീഷ്യലി എടുക്കുന്നില്ല, ഞാനൊരു വീട് എടുത്ത് തന്നെ വരികയെന്നുണ്ടെങ്കിൽ നിങ്ങൾ റിയൽ എസ്റ്റേറ്റ് ഏജൻറ്റിനെ കോൺടാക്റ്റ് ചെയ്തിട്ട് ആ ഒരു ലിസ്റ്റ്, നിങ്ങൾക്കൊരു വീട് ഇഷ്ടപ്പെട്ട ആ വീടിന് അപ്ലൈ ചെയ്യുക. അതാണ് പരിപാടി. അല്ലാതെ ഇപ്പോൾ ചിലപ്പം എനിക്ക് മെസ്സേജ് വരാറുണ്ട്, എനിക്ക് ഒരു വീട് എടുക്കാൻ സഹായിക്കാമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആകെ ചെയ്യാൻ പറ്റുന്നത് ഇൻസ്പെക്ഷന് വേണമെങ്കിൽ ഫ്രീ ഉണ്ടെങ്കിൽ പോകാൻ പറ്റും, അത് മാത്രമേ ഉള്ളൂ. അല്ലാതെ ഇപ്പം നമുക്കിതിനകത്ത് സ്വാധീനം ഉപയോഗിച്ചിട്ട് നമുക്ക് ഒരാളുടെ അടുത്ത് നിന്ന് റെൻ്റൽ എടുക്കാൻ പറ്റില്ല. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇപ്പം ഇന്ത്യൻസ് ഇൻ മെൽബൺ, അല്ലെങ്കിൽ ഇപ്പം മലയാളീസ് ഇൻ മെൽബൺ, മലയാളീസ് ഇൻ സിഡ്നി, അങ്ങനെയൊക്കെ പറഞ്ഞ് ഒരുപാട് ഫേസ്ബുക്ക് ഗ്രൂപ്പുകളുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഗ്രൂപ്പുകളിലേക്ക് നിങ്ങളൊന്ന് പോസ്റ്റ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ആർക്കെങ്കിലും, മലയാളികൾക്കാർക്കെങ്കിലും അങ്ങനെ വീടുകൾ കൊടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ അവർ നിങ്ങളെ കോൺടാക്ട് ചെയ്യും. ഇതിനകത്ത് വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഞാൻ ഇവിടെ കണ്ടെടുത്തോളം മലയാളികൾ പൊതുവെ ഫാമിലീസ് ആയി താമസിക്കുന്ന ആളുകൾ അങ്ങനെ ഷെയർഡ് അക്കോമഡേഷൻസ് താമസിക്കുന്നത് വളരെ കുറവാണ് കേട്ടോ. റൂംസ് ലെറ്റ് ചെയ്യുന്നതും വളരെ കുറവാണ്. എന്തുകൊണ്ടാണെന്ന് അറിയത്തില്ല, മേ ബി കുറച്ചും കൂടെ എല്ലാവരും തന്നെ പ്രൈവസി ആഗ്രഹിക്കുന്നതുകൊണ്ടായിരിക്കാം റൂംസ് ലെറ്റ് ചെയ്യുന്നത് ഭയങ്കര കുറവാണ്. ഞാൻ പക്ഷേ നേപ്പാളികൾക്കിടയിലും അല്ലെങ്കിൽ ഇപ്പം പഞ്ചാബികൾക്കിടയിലും ഒക്കെ നമ്മൾ ഷെയറിങ് ഒരു 2 ഫാമിലീസ് കൂടി ഒരു വീടെടുത്തിട്ട് താമസിക്കുന്ന രീതിയൊക്കെ ഞാൻ ഇഷ്ടംപോലെ കണ്ടിട്ടുണ്ട്. പക്ഷേ മലയാളികൾ അങ്ങനെ താമസിക്കുന്നവർ ലൈക്ക് കമ്പാരിറ്റീവ്ലി കുറവാണ്. സോ അതുകൊണ്ട് തന്നെയാണ് ഈ ഓസ്ട്രേലിയയിൽ നിങ്ങൾ റൂംസ് നോക്കുമ്പം മിക്കവാറും റെസ്പോൺസ് കിട്ടാത്തത്. കാരണം മിക്കവാറും അതിന് വില്ലിങ് അല്ല. എന്തുകൊണ്ടാണെന്ന് അറിയത്തില്ല, അത് അവരുടെ പ്രൈവസി ഇഷ്യൂ ആയിരിക്കും, പേഴ്സണലായിട്ടുള്ള പല കാര്യങ്ങൾ കൊണ്ടായിരിക്കാം. മലയാളി കമ്മ്യൂണിറ്റീസ് യൂഷ്വലി വീട് ഷെയർ ചെയ്യുന്നത് വളരെ കുറവാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇങ്ങനെയുള്ള ഫേസ്ബുക്ക് പേജുകളിൽ ഇട്ട് നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പം ആർക്കെങ്കിലും, അല്ലെങ്കിൽ ഫേസ്ബുക്ക് ഗ്രൂപ്പുകളിൽ ഇട്ട് കഴിഞ്ഞാൽ ആർക്കെങ്കിലും തരാൻ താല്പര്യം ഉണ്ടെങ്കിൽ അവർ നിങ്ങളെ കോൺടാക്ട് ചെയ്യും. അപ്പോൾ ഇതൊക്കെയാണ് ശരിക്കും പറഞ്ഞാൽ ഇവിടെ വീടുകൾ അല്ലെങ്കിൽ അക്കോമഡേഷൻ കിട്ടാനുള്ള വഴികൾ. ശരിക്കും പറഞ്ഞാൽ റിയൽ എസ്റ്റേറ്റിൽ കൂടെ അല്ലെങ്കിൽ ഒരു ഏജൻറ്റ് ലെറ്റ് ചെയ്യുന്ന ഒരു വീട് ഇപ്പോൾ ഒരു പ്രൈവറ്റ്ലി ഒരാൾക്ക് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനുള്ള സാധ്യത വളരെ കുറവാണ്. അല്ലെങ്കിൽ ഏജൻറ്റുമായിട്ട് എന്തെങ്കിലും ഒരു കണക്ഷനുള്ള ആളുകൾക്കൊക്കെ പറ്റും. ഓക്കെ, അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ ഫ്രണ്ട്സോ അല്ലെങ്കിൽ റിലേറ്റീവ്സോ അല്ലെങ്കിൽ നിങ്ങൾക്ക് പരിചയമുള്ള ആളുകളുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇൻസ്പെക്ഷന് പോകാൻ പറയാം. ഇവിടുത്തെ ഒരു റൂളാണ്, മിക്ക സ്ഥലങ്ങളിലും സ്റ്റേറ്റിലും റൂളുണ്ട്. അതായത് ഒരു വീട് നിങ്ങൾ ഒരു ഏജൻറ്റ് ലെറ്റ് ചെയ്യുന്നതിന് മുന്നേ അത് എടുക്കുന്ന ആൾ കണ്ടിരിക്കണം, അല്ലെങ്കിൽ ഇൻസ്പെക്ട് ചെയ്ത് സാറ്റിസ്ഫൈഡ് ആയിരിക്കണം എന്നുള്ളൊരു റൂളുണ്ട്. അതുകൊണ്ട് തന്നെ ഇൻസ്പെക്ഷൻ ഇല്ലാതെ പലപ്പോഴും വീടുകൾ എന്താ പറയുക, നിങ്ങളോ അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ഓതറൈസ്ഡ് ആയിട്ടുള്ള ഒരാളോ ഈ വീട് ഇൻസ്പെക്ട് ചെയ്യാതെ ലെറ്റ് ചെയ്യുന്ന കാര്യം ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ ഈ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ നിങ്ങൾ ഈ അക്കോമഡേഷൻ്റെ കാര്യത്തിൽ ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കണം, സ്കാമിന് ഇട വരാതിരിക്കാൻ നോക്കുക. പിന്നെ പറ്റുവാണെങ്കിൽ നിങ്ങൾ ഒരു 2 weeks എയർബിഎൻബി ബുക്ക് ചെയ്ത് വരുവാണെങ്കിൽ വളരെ എളുപ്പമായിരിക്കും ഇവിടുത്തെ അക്കോമഡേഷൻ കണ്ടുപിടിക്കാൻ. വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല. ഫേസ്ബുക്ക് മാർക്കറ്റ് പ്ലേസിൽ കൂടെ തന്നെ അക്കോമഡേഷൻ കണ്ടുപിടിക്കാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്നിരിക്കും. ഇതുപോലുള്ള വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. വീണ്ടും പുതിയ ഇൻട്രസ്റ്റിംഗ് വീഡിയോസ് ആയിട്ട് നമ്മൾ വരുന്നതായിരിക്കും. താങ്ക് യു.